ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു കാണാം. ഓഡിയൻസ് നിങ്ങൾക്കും ശ്രദ്ധിച്ചു കാണാം. ഓക്കെ, കണ്ടു കഴിഞ്ഞല്ലോ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഈ പ്രശസ്തനായ വ്യക്തി ജനിച്ചത്? തമിഴ്നാട്, രാമേശ്വരം. തമിഴ്നാട് സ്റ്റേറ്റും പറഞ്ഞ് സ്ഥലവും പറയുകയാണ് അല്ലേ? പൊയ്ക്കറും അങ്ങനെ ഒരു സ്ഥലമാണ്. റൈറ്റ് ആൻസർ. അപ്പോ അടുത്തൊരു ചോദ്യം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഗെറ്റ് റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഫോട്ടോയിൽ കണ്ട പ്രശസ്തനായ ആ വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, ആത്മകഥയുടെ പേരെന്താണ്? അഗ്നിച്ചിറകുകൾ. അഗ്നിച്ചിറകുകൾ, Wings of അതായത് വിങ്സ് ഓഫ് ഫയർ. Absolutely right. I'm sorry audience, നിങ്ങൾക്ക് ഒരു അവസരം തരാൻ പറ്റിയില്ല. രണ്ടുപേരും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ശ്രീ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാവുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഭാരതീയനും ഒരേപോലെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഉണ്ടാവും. ഇപ്പൊ ഇവര് പറഞ്ഞ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നുള്ള അറിയാം. ഹാരി, ഇനിയും ഇതിനെ വിടുന്നോ? പോയി ജയിച്ചു വാ മിഥുനെ, അല്ലേ? അതാണ് സ്പിരിറ്റ്. ഇനിയും ടീം ചെയ്ത് പോകുന്നത് മിഥുൻ തന്നെ. അടോണി ചേട്ടനാണ് പോണേ. ചേട്ടനാ പോന്നെ. എനിക്കിനി വയ്യ. ചേട്ടൻ പോകട്ടെ, എന്നിട്ട് നമുക്ക് ഇനിയും പിടിക്കാം. അതെ. അപ്പോ അറിയാലോ, 45 seconds ഓഫ് ടൈം. ഗെയിം അതിന്റെ കൂടെ തന്നെ സാധനം എടുത്ത് പുറത്തിറങ്ങുകയും വേണം. മീനാക്ഷി, ഈ റൗണ്ടിന്റെ പേര് പെൻസിൽ റൗണ്ട്. എന്റെ പുറകിലായി 2 ഗ്ലാസ് ബോട്ടിൽസ് കാണാലോ. ഈ ഗ്ലാസ് ബോട്ടിലേക്ക് 2 പെൻസിൽ ഇട്ടാൽ മതി. കൈ കൊണ്ട് ഈ പെൻസിൽ ഗ്ലാസ് ബോട്ടിലേക്ക് ഇടാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിന്റെ മൂക്കിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ബാലൻസ് ചെയ്തെടുത്തിട്ട് വേണം പെൻസിൽ ഗ്ലാസ് ബോട്ടിലേക്ക് ഇടാനായിട്ട്. അപ്പോ ഓടൂ, വാരൂ, നേടൂ. Go. Yes, Adoni and Mithun, come. 2 പെൻസിൽ ഇട്ടാ മതി. Yes, yes. Wow. Mithun on the door. Adoni, come on. You can do it. Yes. ഒന്നുകൂടെ try. Wow. Mithun complete ചെയ്തു. Mithun ഇനി എടുത്തോ. സമയമുണ്ട്. തലയിൽ വല്ലതും വെക്കാൻ പറ്റുമോ? Okay. Now. തലയിലോ? മതി പോര്. കളയാതെ പോ. 6, 5, കളയരുത്. 3, 2. Come. ഞാൻ കടന്നു. എന്റെ കൈ കെട്ട്. എന്റെ 90% വെളിയില. ഓഡിയൻസ് എന്ത് പറയണു? 90% ഓഡിയൻസ് എന്ത് പറയണു? കൊടുക്കണോ വേണേ? ശരി. അനങ്ങരുത്. കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാർ മാത്രം കൈമുക്കിയേ. അച്ഛ ഒഴിച്ച് ബാക്കി എല്ലാരും കൈമുക്കി. വാ, എഴുന്നേറ്റ് വാ. ജീവൻ പണയം വെച്ചുള്ള അഡോണിയുടെ പെർഫോമൻസിന് ലാസ്റ്റ് സെക്കൻഡില് എഴുന്നേറങ്ങി. അതാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അയാളുടെ പേര് ഇന്ത്യാന ജോൺസ്. നമ്മള് മിലിറ്ററി ട്രെയിനിങ്ങിലോട്ടാണ് ആണല്ലേ? ഇനി വന്ന സമയം തൊട്ട് ഈ മിക്സിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് എടുക്കാൻ തീരുമാനമായിരുന്നു. വീട്ടിലെ മിക്സി 25 വർഷം ഇനി മാറിയില്ലേ തല്ലിക്കൊള്ളു. ഇത് ആർക്കുമായിട്ട് കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. അമ്മ എപ്പോഴും പറയും ഒരു മിക്സി വാങ്ങിച്ചാളോ, ഒരു മിക്സി വാങ്ങിച്ചു. അവിടെ ഞാൻ പറയട്ടെ, എല്ലാരും ചോദിച്ചു ആർക്ക് കൊടുക്കണോ വേണ്ടെന്ന് വെച്ചപ്പോ ഒരാൾ മാത്രം പതുക്കെ കൈമുക്കി. എല്ലാരും പൊക്കി കണ്ടപ്പോ കൈമുക്കി. അപ്പൻ അതെന്നാന്നറിയോ, ഈ മിക്സിയുമായിട്ട് എന്തിനാ മേടിച്ചത്? മിക്സി വേണം കടന്ന് മേടിച്ചത്, ബാക്കി സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പൻ അതിന്റെ ഒരു വിഷമമുണ്ട്. ഉണ്ട്.